ഇനി നമ്മൾ മിഡിൽ പാലിയോലിത്തിക് ആണ്. അപ്പോൾ പാലിയോലിത്തിക് നമ്മൾ ചെയ്യുന്നില്ല, ലോവർ പാലിയോലിത്തിക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലോവർ പാലിയോലിത്തിക് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ലോവർ പാലിയോലിത്തിക് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹാൻഡ് ആക്സ് ട്രഡീഷൻ, ഫ്ലേക്ക് ട്രഡീഷൻ. ഹാൻഡ് ആക്സ് ട്രഡീഷൻ നമ്മൾ നോക്കി, ഫ്ലേക്ക് ട്രഡീഷൻ നമ്മൾ നോക്കി. ഇനി നമ്മളടുത്ത് മിഡിൽ പാലിയോലിത്തിക് ആണ് പോകുന്നത്. കോർ ടൂൾസ് ട്രാൻസ്ഫോം ടു ഫ്ലേക്ക് ടൂൾസ്. കോർ ടൂൾസ് അവോയ്ഡ് ചെയ്തിട്ട് ആക്ച്വലി ഫ്ലേക്ക് ടൂൾസ് മോർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ മിഡിൽ പാലിയോലിത്തിക്കിൽ കാണാൻ സാധിക്കുന്നത്. Neanderthal are the one who are responsible for this middle Paleolithic period. ടൂൾസ് എന്ന് പറയുന്നത് റിഫൈൻഡ് ഹാൻഡ് ആക്സസ് സ്ക്രാപ്പേഴ്സ് ഉണ്ട്. റിഫൈൻഡ് ആണ്, വളരെ ചെത്തി മിനുക്കി വളരെ നന്നായിട്ട് എന്താണ് വർക്ക്മാൻഷിപ്പ്, വളരെ വർക്ക്മാൻഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന ഹാൻഡ് ആക്സസും സ്ക്രാപ്പേഴ്സുമാണ് മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത്. എൻഡ് സ്ക്രാപ്പേഴ്സ്, കോൺകേവ്, കോൺവെക്സ് ഹെഡ് സ്ക്രാപ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സ്ക്രാപ്പേഴ്സിൻ്റെ ഉപയോഗം തന്നെ ആക്ച്വലി നമ്മൾ എന്തുവാണ് യൂട്ടിലൈസേഷൻ ഓഫ് ടൂൾസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഓരോ ടൂൾസും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലിറ്റേറിയൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ക്രാപ്പേഴ്സ്. അപ്പം ബോൺസ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ മീറ്റ് സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ഫ്ലഷ് ഏതെങ്കിലും ചെടിയിൽ നിന്നും അതിൻ്റെ ബോൺസിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്ക്രാപ്പേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ക്രാപ്പേഴ്സ് പ്രത്യേക യൂസ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ നിയാൻഡർതാൽ മെൻ കുറച്ചും കൂടെ കോഗ്നിറ്റീവായിട്ട് പ്രോഗ്രസീവായിട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഉണ്ടോ, പോയിൻറ്റ്സ് വരുന്നുണ്ട്, ഡെൻറ്റിക്കുലേറ്റ്സ് വരുന്നുണ്ട്, ബാക്ക് നൈഫ് വരുന്നുണ്ട്. ലെവലോയിസ് ആൻഡ് മൗസ്റ്റേരിയൻ പോയിൻറ്റ്സ് ആർ ദ എക്സംപ്ലിഫൈഡ് ടൂൾസ് ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ മിഡിൽ പാലിയോലിത്തിക് പീരീഡ്. ട്രാൻസ്വേഴ്സൽ സ്ക്രാപ്പർ വരുന്നുണ്ട്, കൺവെർജൻറ്റ് സ്ക്രാപ്പർ വരുന്നുണ്ട്, ഡബിൾ സ്ക്രാപ്പർ വരുന്നുണ്ട്. ധാരാളം ടൈപ്പിലുള്ള സ്ക്രാപ്പേഴ്സ് തന്നെ വരുന്നുണ്ട് പർപ്പസിന് വേണ്ടിയിട്ട്. ബോറേഴ്സും ബ്യൂറിൻസും വരുന്നുണ്ട്. തുറക്കാൻ ഉപയോഗിക്കുന്ന ബോറേഴ്സും ബ്യൂറിൻസും ആക്ച്വലി ഈ പീരീഡിൽ നമുക്ക് വരുന്നുണ്ട്. ഫ്രാൻകോയിസ് ബോർഡ്സ് എന്ന് പറയുന്ന പ്രൊഫസർ ആക്ച്വലി ഡിസ്കവേർഡ് 63 ടൈപ്സ് ഓഫ് ടൂൾസ് ഫ്രം ദ മിഡിൽ പാലിയോലിത്തിക്. ദിസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5 അസംബ്ലേജസ്. അപ്പോൾ മിഡിൽ പാലിയോലിത്തിക് ഓഫ് യൂറോപ്പിൽ നമ്മൾ ടൂൾസിൻ്റെ ഡിവിഷൻ വെച്ച് നമ്മൾ ടൂൾ ടൈപ്പോളജി വെച്ചിട്ട് നമ്മൾ 5 അസംബ്ലേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് മൗസ്റ്റീരിയൻ ഓർ Acheulean tradition, then typical Mousterian, then Cunha type Mousterian, then Phareasic type, അഞ്ചാമത്തെ ഡെൻറ്റിക്കുലേറ്റഡ് മൗസ്റ്റേരിയൻ. നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് മെയിനായിട്ട് മൗസ്റ്റേരിയൻ ഓഫ് അഷ്യൂലിയൻ ട്രഡീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ആക്സസ് വരുന്നുണ്ട്, സൈഡ് സ്ക്രാപ്പേഴ്സ് ആൾസോ ദെയർ, മാഗ് നൈഫ്സ് ആൾസോ ദെയർ. മൗസ്റ്റേരിയൻ അഷ്യൂലിയൻ ഹാൻഡ് ആക്സസും ഉപയോഗിക്കുന്നു. എല്ലാ ടൈപ്പിലുള്ള ടൂൾസും ആക്ച്വലി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ മൗസ്റ്റേരിയൻ ഓഫ് അഷ്യൂലിയൻ ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ട്. ടിപ്പിക്കൽ മൗസ്റ്റേരിയനിൽ ഡിക്ലൈൻ ഓഫ് ഹാൻഡ് ആക്സസ് ആൻഡ് നൈഫ്സ്, നമ്മൾ ലാർജ് ഹെവി ടൂൾസ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഡിക്ലൈനാണ് കണ്ടുവരുന്നത്. സ്മോൾ പർട്ടിക്കുലർ ടൂൾസ് ഉപയോഗിച്ചിട്ട് യൂട്ടിലിറ്റേറിയൻ പർപ്പസിന് വേണ്ടിയിട്ട് ഓരോ ടൂൾസ് ഉപയോഗിച്ച് വരുന്ന രീതി നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ തന്നെ സൈഡ് സ്ക്രാപ്പേഴ്സും പോയിൻറ്റ്സും കൂടുതലായിട്ട് വരുന്നത്. ഡിക്ലൈൻ ഓഫ് ഹാൻഡ് ആക്സസ് ആൻഡ് നൈഫ്സ്. അപ്പോൾ ഡിക്ലൈൻ എന്ന് പറയുന്നത് ഇല്ലാത്തതല്ല, ആബ്സെൻ്റ് അല്ല, ആക്ച്വലി ഉണ്ട്. ഹാൻഡ് ആക്സസ് നൈഫ്സും ഉണ്ട്, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് ആക്ച്വലി കിട്ടുന്നത്. ദെൻ ക്യൂന ടൈപ്പ് മൗസ്റ്റേരിയൻ അസംബ്ലേജ്, സൈഡ് സ്ക്രാപ്പേഴ്സും ക്യൂന ടൈപ്സും എന്ന് പറയുന്ന അസംബ്ലേജസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് മെയിനായിട്ട് വരുന്ന സ്ക്രാപ്പേഴ്സ്, ഗ്രേവേഴ്സ്, ലെവലോയിസ് പോയിൻ്റ്, ഫ്ലേക്സ്, മൗസ്റ്റേരിയൻ പോയിൻറ്റ്സ്, ക്ലീവേഴ്സ്, സൈഡ് സ്ക്രാപ്പേഴ്സ്, എൻഡ് സ്ക്രാപ്പേഴ്സ്, ബാക്ക് നൈഫ്, ദെൻ ബ്ലേഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാൻഡ് ആക്സസ്. ടോർട്ടോയ്സ് കോർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ നിന്നുള്ള ഫ്ലേക്സ് ചെത്തി എടുത്ത് കളഞ്ഞിട്ട് വരുന്നതാണ് മെയിനായിട്ട്. ടിപ്പിക്കൽ മൗസ്റ്റേരിയൻ ടൂൾ കിറ്റാണ് കാണുന്നത്. ആക്ച്വലി അതിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡെൻറ്റിക്കുലേറ്റ്സ് വരുന്നുണ്ട്. ഇതാണ് ഡെൻറ്റിക്കുലേറ്റ്സ് എന്ന് പറയുന്നത്. പല്ലിൻ്റെ ഷേപ്പിലുള്ള വളരെ ചെറിയ രീതിയിൽ അവിടെ നിന്ന് ഫ്ലേക്ക് ചെയ്ത് എടുത്ത് കളഞ്ഞിട്ട് അരം പോലെ നമ്മൾ സോ എഡ്ജ വരുന്ന പോലെ വരുന്നതാണ്. ഇതിനാണ് നമ്മൾ ടൂൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ആൻഡ് ടെക്നോളജീസ്. ഇതും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ടൂൾസ് തന്നെയാണ്. കുറച്ചും കൂടെ നല്ല ഫോട്ടോസ് ആക്ച്വലി. സ്ക്രേപ്പേഴ്സും ബ്ലേഡ്സും നൈഫ്സും ഒക്കെ വരുന്നതാണ് ആക്ച്വലി. സ്ക്രേപ്പേഴ്സും ബ്ലേഡ്സും ആണ് വരുന്നത് ഇതെല്ലാം. ദെൻ നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫറാസിക് ടൈപ്പാണ്.
അതിൽ ആ ടൈപ്പിൽ നമുക്ക് ഫൊറാസിക് ടൈപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് 50 തൊട്ട് 80% വരെ 50 to 80% സൈഡ് സ്ക്രാപ്പേഴ്സ് വരുന്ന ലെവലോയിസ് ടൈപ്പ് ക്വിന സ്ക്രാപ്പേഴ്സ് വെർ ലെബ്സ്. തേർഡ് ആൻഡ് ഫോർത്ത് കമ്പൈൻഡ് നോൺ ആസ് ഷെറാൻഡിയൻ മോസ്റ്റേരിയൻ. മൂന്നാമത്തെ നാലാമത്തെ ചില ടെസ്റ്റുകളിൽ ആക്ച്വലി മൂന്നാമത്തെ ഗ്രൂപ്പിനെയും നാലാമത്തെ അസംബ്ലേജസിനെയും ചേർത്തിട്ട് ഷെറാൻഡിയൻ മോസ്റ്റേരിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കൂടെ നമ്മൾ ചില ടെസ്റ്റുകളിൽ കാണാൻ പറ്റും. പേര് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നെറ്റിനങ്ങനെ നമുക്ക് ഉപയോഗപ്പെടും പേര്. അഞ്ചാമത്തെ ഡെൻഡിക്ലോയിഡ് മോസ്റ്റേരിയൻ ആണ്. ആബ്സെൻസ് ഓഫ് ഹാൻഡ് ആക്സസ് ആൻഡ് ബാക്ക് നൈഫ്സ്, ലാർജ് നമ്പർ ഓഫ് സൈഡ് സ്ക്രാപ്പേഴ്സ്, എൻഡ് സ്ക്രാപ്പേഴ്സ്, ബ്യൂറിൻസ് ആൻഡ് ബോറേഴ്സ് ആൻഡ് ഡെൻഡിക്ലോയിഡ്സ് വെർ സീൻ. സൈറ്റ്സ് എന്ന് പറയുന്നത് ലാ ക്വിന, ലാ ഫൊറാസിക്, ലാ ഷാപ്പൽ, ഓക്സൈൻസ്, ലാ മോസ്റ്റേരിയർ, മൈക്രോക്യൂബ്, കോം ഡി ജനറൽ, ഷെറാൻഡിയൻ, ഫ്രാൻസ്. ഫ്രാൻസിനുള്ള ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഈ പേരുകളൊക്കെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മിഡിൽ പാലിയോലിത്തിക്കിൽ നമുക്ക് ഇപ്പോഴും കോൺട്രവേഴ്സിയാണ് ആക്ച്വലി. മോൾഡോവ ഇൻ റഷ്യ വേർ ആർക്കിയോളജിസ്റ്റ് ആൻഡ് പാലന്റിയോളജിസ്റ്റ് ഹാവ് ബീൻ ഫൗണ്ട് റിമെയിൻസ് ഓഫ് ദ സോ കോൾഡ് ഹട്ട്. ഒരു താമസ സൗകര്യം KFC എന്നൊക്കെ മാറിയിട്ട് ഒരു രീതിയിലോട്ട് വരുന്നുണ്ട് ആക്ച്വലി. വി ഡോണ്ട് നോ എക്സാക്ട്ലി. മോസ്റ്റേരിയൻ സ്ക്രാപ്പേഴ്സാണ് വരുന്നത്, ബ്ലേഡ്സ്. ദെൻ നമ്മൾ നോക്കുന്നത് അപ്പർ പാലിയോലിത്തിക്കാണ്. അപ്പർ പാലിയോലിത്തിക് ഓഫ് യൂറോപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് അപ്പർ പ്ലീസ്റ്റോസീൻ വരുന്നുണ്ട്. ഫോർത്ത് ഗ്ലേഷ്യൽ പീരീഡാണ്, വോം പീരീഡാണ് ആക്ച്വലി. ജിയോഗ്രഫി മാറുന്നുണ്ട്. ടണ്ട്ര ഗ്രാസി ടൈപ്പ് വരുന്നുണ്ട്. ഹെർബിവോർസ് വെർ കോമൺ. ആർട്ടിസ്റ്റിക് ആൻഡ് എസ്തറ്റിക് സെൻസ് വെർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ അപ്പർ പാലിയോലിത്തിക് പീരീഡ്സ്. എ സൈറ്റ് കോൾഡ് Sangir near Moscow, a grave of 2 children been excavated with a jacket cap, trousers, bracelets, ivory pins and daggers. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റാണ് ആക്ച്വലി സാങ്കിർ എന്ന് പറഞ്ഞിട്ട്, മോസ്കോയുടെ അടുത്തുള്ള. അവിടെ നമുക്കൊരു ബെറിയൽ സൈറ്റായിട്ട് നമുക്ക് പറയുന്നുണ്ട് ആക്ച്വലി. അപ്പർ പാലിയോലിത്തിലൊക്കെ വളരെ 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 റെയറാണ്, റെയറിറ്റിയിൽ റെയറാണ് ആക്ച്വലി നമുക്ക് ഗ്രേവ് ഒക്കെ കിട്ടുന്നത്. ഡോൾനി വെസ്റ്റോണിസ്, മൊറാവിയ, എ ട്രിപ്പിൾ ബറിയൽ ഓഫ് എ ഫീമെയിൽ ആൻഡ് 2 മെയിൽസ് വിത്ത് വൂൾഫ് ആൻഡ് ഫോക്സ് ടൂത്ത് പെൻഡൻസ് ആൻഡ് എ സ്മോൾ ഐവറി ബീഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 2 സൈറ്റ് നോക്കിക്കണം. ഇത് 2 റഷ്യയിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അപ്പോൾ ഈ പീരീഡിൽ നമുക്ക് അവിടെ നിന്ന് ബറിയൽസ് നമുക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി അപ്പർ പാലിയോലിത്തിക്കിൽ. അപ്പർ പാലിയോലിത്തിക് വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് അസംബ്ലേജസ് ഓർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അതിൽ ഫസ്റ്റ് ഷാറ്റിൽ പറവണിയാണ് സൈറ്റിൻ്റെ പേരാണ്. സൈറ്റ് ഇൻ ഫ്രാൻസ്. ആൻലർ ബോൺ ആൻഡ് ഐവറി ഒബ്ജക്ട്സ്, പെർഫറേറ്റഡ് ടീസ് ഷെൽസ് വെർ ഡിസ്കവേർഡ്. പെൻഡൻസ് ഓഫ് സ്റ്റോൺ ഫോംസ്. ആർട്ടിസ്റ്റിക് ആൻഡ് എസ്തറ്റിക് സെൻസ് ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾസാണ് മെയിനായിട്ട് വരുന്നത് ആക്ച്വലി. നമുക്ക് ടൂൾസ് മാത്രമല്ല അല്ലാത്ത ഒബ്ജക്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട് ആക്ച്വലി. ആർട്ടിസ്റ്റിക് ആൻഡ് എസ്തറ്റിക് സെൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന, കോഗ്നിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ആക്ച്വലി. റെയിൻഡേഴ്സ്, ഹോഴ്സസ്, റൈനോസിൻ്റെയൊക്കെ റിമെയിൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഷാറ്റിൽ പറവണിയിൽ നിന്നാണ്. രണ്ടാമത്തത് ഒറിഗ്നേഷനാണ്. ഒറിഗ്നേഷനിൽ ബ്ലേഡ് ടൂൾസ്, ബോൺ ടൂൾസ് ഓഫ് ആനലൈസ്, സ്റ്റോൺ ടൂൾസ്, സ്ക്രാപ്പേഴ്സ്, ട്രയാങ്കുലേറ്റഡ് ബ്ലേഡ്സ്, ജാവലിൻ പോയിൻറ്റ്സ്, ചിസൽസ് ആൻഡ് പെർഫറേറ്റ്സ്. ഒറിഗ്നേഷനിൽ വരുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ടൂൾസാണ് ആക്ച്വലി ബാറ്റൺ ഡി കമാൻഡ്മെൻറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോഴെങ്കിലും നമുക്ക് ചോദിക്കാം അത് ഏതിൽ വരുന്ന. അപ്പർ പാലിയോലിത്തിക് പീരീഡിൽ യൂറോപ്പിൽ കിട്ടുന്നതാണ് ആക്ച്വലി ബാറ്റൺ ഡി കമാൻഡ്മെൻറ്റ്. ഒരു ടൂളായിട്ടാണ് നമ്മളത് കാണുന്നത്. അതിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ടാവും. ഇത് ടൂൾസാണ് മെയിനായിട്ട്. ഒറിഗ്നേഷൻ ഗ്രൂപ്പ് ഓഫ് ടൂൾസാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ബാറ്റൺ ഡി കമാൻഡ്മെൻറ്റ് നമുക്ക് കാണിച്ചു തരാം അടുത്ത സ്ലൈഡിലാണ് ബാറ്റൺ ഡി കമാൻഡ്മെൻറ്റിൻ്റെ ഫോട്ടോ ഈ പിക്ചർ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തത് ഗ്രാവിറ്റീനാണ്. സൈറ്റ് ഡോർഡോൺ, മാമത്ത്, റൈൻ റീഡിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ റിമൈൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഗ്രേവേഴ്സും ബ്ലേഡ്സും നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രാവേറ്റിംഗ് പോയിൻറ്റ്സ്, സ്ലൈൻഡർ, തിന്നർ ആൻഡ് ഹാവ് റീടച്ചസ്, ഷോൾഡേഡ് പോയിൻറ്റ്സ്. 2 തരത്തിലുള്ള പോയിൻറ്റ്സ് വരുന്നുണ്ട് ആക്ച്വലി. ഗ്രാവേറ്റിംഗ് പോയിൻറ്റ്സും ഷോൾഡേഡ് പോയിൻറ്റ്സും. ഗ്രാവേറ്റിംഗ് പോയിൻറ്റ്സിൽ സ്ലൈൻഡർ ആയിരിക്കും, തിന്നായിരിക്കും, ആൻഡ് ഹാവ് റീടച്ചസ്. വളരെയധികം റീടച്ച് ചെയ്ത് മോസ്റ്റ് കൂട്ടി വയ്ക്കുന്ന രീതിയിലാണ്. ദെൻ ഷോൾഡേഡ് പോയിൻറ്റ്സ് ഉണ്ട്. നാലാമത് സൊല്യൂട്രീനാണ്. സൈറ്റ് സൊല്യൂട്ട്, ഫ്രാൻസ്. ബ്ലേഡ്സ് ആണ്, മിസ്സിംഗ് ആണ്. ബ്ലേഡ്സ്, സ്ക്രാപ്പേഴ്സ് ആൻഡ് ഗ്രേവേഴ്സ് വരുന്നുണ്ട്. ബ്ലേഡ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് ലീവ്സ്, അതാണ് സൊല്യൂട്രീൻ പീരീഡിൻ്റെ പ്രത്യേകത. ഓൺ ദ ബേസിസ് ഓഫ് ടൂൾസ്, സ്മൂത്ത് ഫേസ്ഡ് പോയിൻറ്റ്സ്, ലോറൽ ലീഫ്, വില്ലോ ലീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 തരത്തിലുള്ള ടൂൾസ്, ബ്ലേഡ്സ് നമ്മൾ കാണിച്ചു തരാം. വളരെ ലീഫിൻ്റെ ആകൃതിയിലുള്ള പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇതാണ് ബാറ്റൺ ഡി കമാൻഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു കർവ് ആയിട്ടുള്ള ഒരു വുഡാണ്. വുഡിൻ്റെ നടുക്ക് കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. സോ എന്തിനാണ് ഈ ഹോൾ ഇട്ടിട്ട് ഈ ഒരു ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് ഇപ്പോഴും കോൺട്രവേഴ്സിയാണ്. എന്തായാലും ബാറ്റൺ ഡി കമാൻഡ്മെൻ്റ് എന്നാണ് പേര് വരുന്നത്. ആക്ച്വലി പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. ആക്ച്വലി ഇതൊരു
ടൂൾ അയച്ച് അമ്പ് ഇടുന്ന പോലെ, ബോ വിടുന്ന പോലെ ഇതിനകത്ത് നിന്ന് ഒരു അമ്പ് വെച്ചിട്ട് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് റഫായിട്ടുള്ള സബ്ജക്ട്സിനെയൊക്കെ സ്മൂത്തൻ ചെയ്യാനായിട്ട് ചെയ്യാമെന്നുള്ള പറയുന്നുണ്ട്. ആക്ച്വലി ഇതിലൊക്കെ കുറച്ച് എസ്തെറ്റിക് സെൻസ് വരുന്നുണ്ട്. ആക്ച്വലി പോയിൻറ്റ്സ് ആണ് ഇത്. സോ ടൂത്ത്ഡ് ആരോ ആണ് ആക്ച്വലി, രണ്ട് സൈഡിലും രണ്ട് ഇതായിട്ടുള്ള. ബാറ്റൺ കമാൻഡ്മെൻറ്റ് വേറെ പടങ്ങളാണ് ആക്ച്വലി, പലതരത്തിലുള്ള ബാറ്റൺ കമാൻഡ്മെൻറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അപ്പർ പാലിയോലിത്തിക് പീരീഡിൽ നിന്ന് കിട്ടുന്ന വൺ സൈഡഡ് സോ ടൂത്ത്ഡ് റിഡ്ജ് ഉണ്ട്, അല്ലാത്തതുണ്ട്, പോയിൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അടുത്തത് അഞ്ചാമത്തത് മെഗ്ദലേനിയനാണ്, ലാസ്റ്റത്തെയാണ്. അപ്പർ പാലിയോലിത്തിക്കിലെ അഞ്ചാമത്തെ പീരീഡാണ് ആക്ച്വലി മെഗ്ദലേനിയൻ പീരീഡ്. സൈറ്റ് ലാ മാഗ്ഡലെ, ഫ്രാൻസ് തന്നെയാണ്. ലോ വർക്ക്മാൻഷിപ്പ്, സ്മോൾ ആൻഡ് ലാർജ് ഇംപ്ലിമെൻറ്റ്സ്, സ്മോൾ ബ്ലൈഡ്സ്, സ്മോൾ ക്രാപ്പേഴ്സ്, സ്മോൾ ഗ്രേവേഴ്സ്, സ്മോൾ ബോറേഴ്സ്. ലാർജിലായിട്ട് വരുന്നത് ചോപ്പേഴ്സും പിക്സും ആണ് വരുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ടൂൾസ് 6 ലെവൽസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. ടൂൾസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അത് വെച്ചിട്ട് നമ്മളതിന് 6 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. മെഗ്ദലേനിയൻ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ട്. മെഗ്ദലേനിയൻ 1-ൽ ബ്ലേഡ്ലെറ്റ്, ബ്ലേഡ് ടൂൾസ്, ബോൺ ടൂൾസ് ആൻഡ് ജാവലിൻ പോയിൻറ്റ്സ്. മെഗ്ദലേനിയൻ 2-ൽ സ്കെയിലിൻ ട്രയാങ്കിൾ, ബ്ലേഡ്ലെറ്റ്, ബോൺ ഇംപ്ലിമെൻറ്റ്സ്, ബൈക്കോണിക്കൽ ബോൺ പോയിൻറ്റ്സ്, ജാവലിൻ പോയിൻറ്റ്സ്. ദെൻ മെഗ്ദലേനിയൻ 3-ൽ റേസ്ലെറ്റ് റിയപ്പീഡ്, ബ്ലേഡ്, ബ്ലേഡ്ലെറ്റ്സ്, ദെൻ ബോൺ ഇംപ്ലിമെൻറ്റ്സ്, വെൽ ഡെവലപ്ഡ് ബോൺ ഇൻഡസ്ട്രി ആണ് മെഗ്ദലേനിയൻ 3 വരുന്നത്. മെഗ്ദലേനിയൻ 4-ൽ prototype of harpoons, owls and bone tools. Megalin 5-ൽ harpoons are seen with a single row of bar shouldered points വരുന്നുണ്ട്. മെഗ്ദലേനിയൻ 6-ൽ refined harpoons ആണ്, are of two types, double sided and round bars and angular bars ആയിട്ട് വരുന്നുണ്ട്. ഹാർപൂൺസ് നമുക്കറിയാം ആക്ച്വലി മീനിനൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബോ ടൈപ്പിൽ. ദെൻ ഫോൺ ബ്രണൽ പോയിൻറ്റ്സ് വരുന്നുണ്ട്. സൈറ്റ് മെയിനായിട്ട് ഹാംബർഗ്, സോൾവിക്സ്, ഫെൽക്കിഷ്യൻ, ജെറീങ്ക കേവ്സ് ആണ് മെയിനായിട്ടുള്ള സൈറ്റ്സിൽ വരുന്നത്. ഇതാണ് നമ്മുടെ പാലിയോലിത്തിക് കൾച്ചേഴ്സ് ഓഫ് യൂറോപ്പിൽ ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിഷൻസ് ആണ് മെയിനായിട്ട്.